സാധാരണയായ ആളുകൾക്ക് ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സ്വന്തം പ്രവർത്തനത്തെ സ്വയം അവതരിപ്പിക്കലാണ് ഇംപ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരിൽ നമ്മളെക്കുറിച്ചൊരു മതിപ്പ് ഉളവാക്കുന്ന രീതിയിൽ സംസാരിക്കുക, വ്യക്തികളോടൊക്കെ ഇടപഴകുമ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ പ്രവർത്തനത്തെ അവരുടെ മുന്നിൽ സ്വയം അവതരിപ്പിക്കുക. അതൊരു ബോധപൂർവമായൊരു പ്രവർത്തനമാണ്. നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മളെക്കുറിച്ച് നമ്മൾ സ്വയം പറയുന്നത്, അതായത് നമ്മളെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് ബോധപൂർവമാണ്. അത് അവർക്ക് അവരുടെ ഉള്ളിൽ അവരെങ്ങനെയാണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മൾ അവരുടെ മുന്നിൽ നമ്മളെക്കുറിച്ച് പറയുക. അവരിൽ അതായത് അവർക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പ് തോന്നണം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. അതിന് നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് കാണിക്കണമെന്നൊന്നുമില്ല. നമ്മൾ നമ്മളുടെ സ്വന്തം കോൺഫിഡൻസോട് കൂടിയിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും അത് സത്യസന്ധമായ കാര്യങ്ങളും ആണ് പറയുന്നതെങ്കിൽ ഈ ഇംപ്രഷൻ ഓട്ടോമാറ്റിക്കായി കിട്ടിക്കോളും. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മളുടെ സാധാ വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തതയും അതിലൊരു ആത്മവിശ്വാസവും ഉണ്ടാവണം. അത് ജെന്യുവനും ആയിരിക്കണം. ജെന്യുവൻ ആവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവേ ആളുകൾക്ക് നമ്മളോടൊരു ഇംപ്രഷൻ തോന്നും, ഇഷ്ടം തോന്നും. അതിൽ കോൺഫിഡൻസും അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇംപ്രസ് ചെയ്യുന്നത് സ്വന്തം ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അത് സ്വയം അവതരിപ്പിക്കലും സ്വന്തം പ്രവർത്തനത്തെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കലും കൂടിയിട്ടാണ് ഇംപ്രഷൻ.